التمسك بالأثر نجاه. മാ ഹഖ്ഖുല്ലാഹി തആല അലൽ ഇബാദ്, അടിമകളുടെ മേൽ റബ്ബിന് പൂർത്തീകരിക്കേണ്ട ബാധ്യത എന്താണ്? അടിമകളുടെ മേൽ, നമ്മൾ റബ്ബിന്റെ അടിമകളാണ്, നമ്മുടെ മേൽ റബ്ബിന് പൂർത്തീകരിക്കേണ്ട ബാധ്യത എന്താണ് ആണ് ചോദിച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ ദീൻ മൊത്തം, നമ്മൾ മുസ്ലിം ആയതന്നെ എന്താ, ഇസ്ലാം ദീൻ അനുസരിച്ച് ജീവിക്കുന്നതൊക്കെ റബ്ബിനോടുള്ള ബാധ്യതയാണ് അല്ലേ? നിസ്കരിക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, റമദാൻ നോമ്പനുഷ്ഠിക്കുന്നത്, ഇതൊക്കെ റബ്ബിനോടുള്ള ബാധ്യതയാണ്. പക്ഷെ എന്നിട്ടും ഇതെങ്ങനെ ചോദിക്കുന്നെന്താ? ഇതെന്താ ചോദിക്കാൻ കാരണം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ നേരത്തെ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ മുആദ് ഇബ്നു ജബൽ എന്താ പ്രതികരിച്ചത്? അല്ലാഹു വറസൂലുഹു ആലം, അള്ളാഹുനും റസൂലിനാണ് ഏറ്റവും നന്നായി അറിയുക. അപ്പൊ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് ഇതേ ചോദ്യം തന്നെ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, മുആദേ, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിമകളുടെ മേൽ റബ്ബിനോട് പൂർത്തീകരിക്കേണ്ട ബാധ്യത അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അവനെ ഇബാദത്ത് ചെയ്യല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. കാരണം എന്താ? നിങ്ങൾ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ ഇബാദത്ത് ചെയ്യലാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി, മക്കക്കാരിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ എതിർപക്ഷത്ത് നിന്നിരുന്ന മുശ്രിക്കുകളുണ്ടല്ലോ, ശത്രുക്കൾ, അവരിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന ആളുകളുണ്ട്. അവരിൽ തവാഫ് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവരിൽ പല ആളുകളിലെ അള്ളാഹ് ഖുർആനിൽ തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്, വൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ, കപ്പൽ കാറ്റിലും കോളിലും പെട്ട് ഒലയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യും, വിളിച്ചു പ്രാർത്ഥിക്കും. അവിടെ അവർ ലാത്തയെ വിളിക്കൂല, ഉസ്സയെ വിളിക്കൂല, മനാത്തയെ വിളിക്കൂല, മറ്റാരെയും വിളിക്കൂല, മലക്കുകളെ വിളിക്കൂല, ഇബ്രാഹിം നബിനെ വിളിക്കൂല, ഈസാ നബിനെ വിളിക്കൂല, ആരെയും വിളിക്കൂല. അവിടെ അവർ അള്ളാഹുവിനെ മാത്രം വിളിക്കും. എന്നാലോചിച്ച് നോക്കി, അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുന്നത് അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ തന്നെയാണ് ഇബാദത്ത്. അപ്പൊ ഇവർ ദുആ ചെയ്യുന്നുണ്ട്, അതിന്റെ അർത്ഥം എന്താ? ഇവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അബൂജഹലും അബൂലഹബും ഉത്ബയും ഷൈബയും ഒക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നു. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എവിടെ പ്രശ്നം എന്താ? അത് അടുത്ത ഭാഗത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി പറയുന്ന ഭാഗത്താണ്. വലാ യുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിൽ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഒരാളെ പങ്കു ചേർക്കരുത്, അവിടെയാണ് വിഷയം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ എന്ന് മക്കക്കാരോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ കണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ബദറാകട്ടെ, ഉഹദാകട്ടെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പരിഹാസങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ല. സ്വന്തം നാട്ടുകാർ കൊല്ലാൻ നോക്കുമ്പോൾ ആ നാട് വിട്ട് ഓടേണ്ടി വരില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ എല്ലാ പ്രയാസങ്ങളും നേരിടേണ്ടി വന്നത് ലാത്തയെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഉസ്സയ്ക്ക് നിങ്ങൾ ബലി നൽകരുത്, മനാത്തയ്ക്ക് നേർച്ച വഴിപാടുകൾ നടത്തരുത് എന്ന് പറഞ്ഞതിനാ. അതൊക്കെ നിങ്ങൾ അള്ളാഹുവിന് മാത്രം ചെയ്യണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്ന് പറയുമ്പോൾ നിഷേധിക്കുക, ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ള ഒന്നുമില്ല, മലക്കുമില്ല, റസൂലില്ല, വലിയുമില്ല, സ്വാലിഹ ആരുമില്ല. അതാണ് ലാ ഇലാഹ, നിഷേധിക്കുക. എന്നിട്ട് ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ, അവിടെ നമ്മൾ സ്ഥിരീകരിക്കുക. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ നിഷേധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മുടെ ദുആ ആ റസൂലിന് കൊടുക്കാൻ, ആ റസൂലിന് അവകാശമില്ല, ആ റസൂൽ അതിന് അർഹനല്ല. റസൂൽ വളരെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, നമ്മുടെ സ്വന്തത്തേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും കച്ചവടത്തെക്കാളും സമ്പത്തേക്കാളും എല്ലാത്തിനേക്കാളും നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നഷ്ടപ്പെടാതിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും നമ്മൾ ഇബാദത്തിൽ ഒരു തരി പോലും കൊടുക്കൂല. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർഹിക്കുന്ന കാര്യമല്ല. ജിബ്രീൽ അലൈഹിസ്സലാം അർഹിക്കുന്നില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു അർഹിക്കുന്നില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അർഹിക്കുന്നില്ല, ബദരീങ്ങൾ അർഹിക്കുന്നില്ല, ശുഹദാക്കൾ അർഹിക്കുന്നില്ല, സ്വാലിഹീങ്ങൾ അർഹിക്കുന്നില്ല, ഔലിയാക്കന്മാർ അർഹിക്കുന്നില്ല.
ഇതിനുള്ള അർഹത അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം. ഇതാണ് വിഷയം. ചില അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആർക്കും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം എല്ലാവരും എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. പ്രയാസഘട്ടങ്ങളിലോ പ്രതിസന്ധി ഘട്ടങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പല സന്ദർഭങ്ങളിലൊക്കെ ആയി അള്ളാഹുവിനെ പല സന്ദർഭങ്ങളിലായി ഇബാദത്ത് ചെയ്യുന്നവരാണ് അന്നത്തെ മുശ്രിക്കുകളും ഇന്നത്തെ എല്ലാവരും. എല്ലാ കാലഘട്ടത്തിലും മുശ്രിക്കുകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കുന്ന ഘടകം, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഇബാദത്തുകൾ നിർത്തിവെക്കുമ്പോഴാണ്. ബദരീങ്ങളെ വിളിച്ച് തേടുന്ന നിർത്തുമ്പോഴാണ് മുസ്ലിം ആകുന്നത്. മുഹൈദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിർത്തുമ്പോഴാണ് മുസ്ലിം ആകുന്നത്. മമ്പറന്തങ്ങളെയും റിഫായി തങ്ങളെയൊക്കെ അവർക്ക് വേണ്ടിക്ക് ഇസ്തിഗാസയും ബലികർമ്മങ്ങളും നേർച്ച വഴിപാട് നടത്തുന്നത് നിർത്തുമ്പോഴാണ് അവൻ മുസ്ലിം ആകുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അതാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ മറ്റാർക്കും നൽകാതിരിക്കുക. ഇതാണ് ഒരു മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പറഞ്ഞതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നാട്ടുകാർക്കിടയിൽ വെറുക്കപ്പെട്ടവനായത്. ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെട്ടതും സാഹിർ എന്ന് വിളിക്കപ്പെട്ടതും കവി എന്ന് വിളിക്കപ്പെട്ടതും തന്റെ നാട്ടുകാരിൽ നിന്ന് തെറിവിളികൾ കേൾക്കേണ്ടി വന്നതും ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നതും ഒറ്റപ്പെടുത്തിയതും കുറ്റപ്പെടുത്തിയതും കൊല്ലാൻ നോക്കിയതും നാട് വിട്ട് ഓടേണ്ടി വന്നതും യുദ്ധം ചെയ്തതുമെല്ലാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ടല്ല, മറ്റുള്ളവരാരെയും ഇബാദത്ത് ചെയ്യരുതെന്ന് പറഞ്ഞതിനാണ്. അതാണ് തൗഹീദ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് നമുക്ക് നമ്മുടെ റബ്ബിനോട് പൂർത്തീകരിക്കാനുള്ള ഒന്നാമത്തെ കടമ. ഏറ്റവും വലിയ കടമ ഇതാണ്. ഇതെന്തുകൊണ്ട് എവിടെ നിന്ന് ഹദീസിൽ പറയുന്ന വാക്കെന്താ? അടിമകൾക്ക് റബ്ബിന്റെ മേലുള്ള ബാധ്യത എന്നാണ്. എന്നുവെച്ചാൽ ഇത് പൂർത്തീകരിക്കാത്തവൻ അവൻ ബാക്കി എന്തൊക്കെ റബ്ബിന് പൂർത്തീകരിച്ചാലും അവൻ റബ്ബിനോടുള്ള ബാധ്യത പൂർത്തീകരിച്ചവനാകാൻ സാധിക്കൂല. എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾ നിസ്കരിച്ചാലും, എത്ര ഖുർആൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരുപാട് തവണ ഹത്തം തീർത്താലും, ദിക്റുകൾ കൊണ്ട് നാവുകൾ നനഞ്ഞതാക്കിയാലും, അവന്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ഒക്കെയും അവന്റെ ഇബാദത്തുകൾ റബ്ബിന് മാത്രമാക്കാതിരിക്കുന്നിടത്തോളം അവൻ അവന്റെ റബ്ബിനോടുള്ള ബാധ്യത പൂർത്തീകരിച്ചവനാവുകയില്ല, ഒരിക്കലുമില്ല. നമ്മൾ നമ്മുടെ റബ്ബിനോടുള്ള ബാധ്യത പൂർത്തീകരിക്കണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഇബാദത്തുകൾ എല്ലാ ഇബാദത്തുകളും, ദുആ ആയിക്കോട്ടെ, തവസ്സുലായിക്കോട്ടെ, ഇസ്തിഗാസ ആയിക്കോട്ടെ, നേർച്ച വഴിപാടുകളായിക്കോട്ടെ, സത്യം ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ബാക്കിയുള്ള ആർക്കും നൽകുന്നത് നിർത്തിവെക്കുക, സ്റ്റോപ്പ് ചെയ്യാം. അവർക്കാർക്കും അതിനുള്ള അർഹതയില്ല എന്ന് വിശ്വസിക്കാം. ഇതിനുള്ള അർഹത മുഴുവൻ അള്ളാഹുവിന് മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും ആ ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന് മാത്രമാക്കുകയും ചെയ്യുമ്പോൾ അവൻ മുസ്ലിമായി, അവന്റെ റബ്ബിനോടുള്ള ബാധ്യത പൂർത്തീകരിച്ചവനായി. ഇത് പൂർത്തീകരിക്കാത്തവൻ ബാക്കി എന്ത് പൂർത്തീകരിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ഒരുത്തൻ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിൽ എന്തെങ്കിലും പോരായ്മ വന്നാൽ അവനത് പ്രശ്നമില്ല. ഖിയാമത്ത് നാളിൽ ഒരാൾ കൊണ്ടുവരപ്പെടും. അയാൾ ദുനിയാവിൽ ഒരുപാട് തിന്മകൾ ചെയ്ത് വൃത്തികേടുകൾ ചെയ്ത് മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാലം അങ്ങേയറ്റം മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അങ്ങനെ തുടർന്നു പോയി. അവസാന സമയം, മരിക്കാനായ സമയത്തൊക്കെയാണ് അദ്ദേഹത്തിന് അള്ളാഹുവിനെ സംബന്ധിച്ചും തൗഹീദിനെ സംബന്ധിച്ചൊക്കെ ബോധ്യം വരുന്നത്. അങ്ങനെ മരിക്കാനായ സമയത്തിന് തൊട്ട് മുമ്പ് അയാൾ എന്ത് ചെയ്യാണ്? ആത്മാർത്ഥമായി സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉടനെ തന്നെ അദ്ദേഹം മരണപ്പെടുക. ഈ വ്യക്തിയെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ട് അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ അത് മുഴുവൻ തിന്മകളാണ്. അത് ഇങ്ങനെ ഏടുകളിൽ മുഴുവൻ ഇവന്റെ മുന്നിൽ പരത്തി വെക്കപ്പെടും. ഇവന്റെ മുന്നിൽ കണ്ണെത്താ ദൂരത്തോളം ഏടുകളാണ്. ആ ഏടുകളിൽ മുഴുവനും തിന്മകളാണ്. ഇവനിങ്ങനെ നോക്കുമ്പോൾ ഇവന്റെ ജീവിതത്തിന്റെ റെക്കോർഡ് മുഴുവൻ ഇവന് കാണും. ഇന്ന ദിവസം, ഇന്ന മണിക്കൂറിൽ, ഇന്ന മിനിറ്റിൽ ചെയ്ത ഇന്ന തിന്മ ഓരോന്ന് ഇവനിങ്ങനെ കാണും. ഇവനിത് കണ്ട് വെപ്രാളപ്പെട്ട് ഇവന്റെ അവസ്ഥ വളരെ പരിതാപകരമായതുകൊണ്ട് തന്നെ ഞാൻ ഈ നരകത്തിലേക്ക് തന്നെയാണെന്ന് ഉറപ്പിച്ച്
അങ്ങേയറ്റം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഇവനോട് ചോദിക്കും, നീ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഈ വ്യക്തി ആ വെപ്രാളത്തിൽ പറയും, ഇല്ല റബ്ബ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വീണ്ടും റബ്ബ് ചോദിക്കും, നീ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? ഇല്ല റബ്ബ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ റബ്ബ് ഇവനോട് പറയും, നീ ഒരു നന്മ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഏടുകളെല്ലാം അത് ഒരുമിച്ച് ചേർത്ത് ഇവന്റെ തിന്മകളുടെ തുലാസിന്റെ ഭാഗത്ത് വെക്കും. മീസാനിന്റെ തിന്മകൾ വെക്കുന്ന ഭാഗത്ത് ഈ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഏടുകൾ വെക്കും. മറുഭാഗത്ത് ഇവൻ അവസാന സമയത്ത് ആത്മാർത്ഥമായി സത്യസന്ധമായി പറഞ്ഞ, ജീവിതത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഇവന്റെ മറുഭാഗത്തും വെക്കും, നന്മയുടെ ഭാഗത്ത് വെക്കും. നന്മയുടെ ഭാഗം താഴ്ന്നിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ മീസാനിൽ കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല ഖിയാമത്ത് നാളിൽ. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രത്തോളം പെർഫെക്റ്റ് ആകുന്നോ, അത് എത്രത്തോളം കുറ്റമറ്റതാകുന്നോ, അതിനേക്കാൾ നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമില്ല. അതിനേക്കാൾ നമ്മുടെ തെറ്റുകൾ പൊറുപ്പിച്ചു തരുന്ന മറ്റൊരു കാര്യമില്ല. അതിനേക്കാൾ നമ്മുടെ സ്വർഗത്തിലെ പദവികൾ ഉയർത്തിത്തരുന്ന മറ്റൊരു കാര്യമില്ല. അതിനേക്കാൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തും മറ്റുള്ള എല്ലാ അനുഗ്രഹങ്ങളും റബ്ബിന്റെ റഹ്മത്തും എല്ലാം നമുക്ക് അതിനേക്കാൾ നേടിത്തരുന്ന മറ്റൊരു കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബാദത്തുകൾ റബ്ബിനെ മാത്രമാക്കുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കണം. അള്ളാഹു അല്ലാത്ത മറ്റാരും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ സ്ഥാനമുള്ളവരായി നിലനിൽക്കാതിരിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് കാണിക്കണം. പ്രയാസഘട്ടങ്ങളിൽ നമ്മുടെ നാവിൽ അള്ളാഹുവെ, റബ്ബെ എന്നുള്ള പേരുകളും റബ്ബിന്റെ വിശേഷണങ്ങളും അല്ലാതെ മറ്റൊന്നും മറ്റാരെയും നമ്മുടെ നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മൾ വിളിക്കാത്തൊരവസ്ഥ നമ്മൾക്ക് ഉണ്ടാകണം. അങ്ങനെ പ്രവർത്തിച്ച് നമ്മൾ മരണപ്പെടുമ്പോഴാണ് നമ്മൾ റബ്ബിന്റെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളായി തീരാം.